10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ് നമ്മളിനി നോക്കുന്നത്. ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. ഒന്നാം ലോകയുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ലോക യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്നത് 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഒന്നാം ലോകയുദ്ധം ആ സമയത്ത് നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തിയിരുന്നോ? എന്നാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത്? 1915 ജനുവരി 9 അല്ലേ? ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമതലപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. അതേപോലെ ധാരാളം ഇന്ത്യൻ വിഭവങ്ങൾ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് സൈനികർ മരിക്കപ്പെട്ടു. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഇനി അടിച്ചമർത്തലുകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി. എന്നാണ് 1919 റൗലത്ത് നിയമം നടപ്പിലാക്കി. അപ്പോൾ റഷ്യൻ വിപ്ലവം സൃഷ്ടിച്ച ആവേശം ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ ജനകീയ മുന്നേറ്റങ്ങൾക്ക് ഇടയാക്കുമോ എന്ന ഭയം ബ്രിട്ടീഷ് ഭരണകൂടത്തിനുണ്ടായിരുന്നു. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നടപടികളിൽ ഒന്നാണ് 1919 റൗലത്ത് നിയമം. ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് സിഡ്നി റൗലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് നിയമിച്ചത്? ജസ്റ്റിസ് സിഡ്നി റൗലത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ നിയമമാണ് റൗലത്ത് നിയമം. റൗലത്ത് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. എന്താണ്? വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വാറൻ്റ് ഇല്ലാതെ ആരെയും ജയിലിലടയ്ക്കാം, വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. റൗലത്ത് നിയമം പൗരാവകാശങ്ങളെ തടയുന്നതായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലത്ത് നിയമത്തിനെതിരെ ദേശീയ ഹർത്താൽ ആചരിച്ചത് 1919 ഏപ്രിൽ 6-ന്. 1919 ഏപ്രിൽ 6-നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലത്ത് നിയമത്തിനെതിരെ ഹർത്താൽ ആചരിച്ചത് എന്നാണ്? 1919 ഏപ്രിൽ 6-നാണ്. അപ്പോൾ റൗലത്ത് നിയമം വന്നത് എന്നാണ്? 1919 റൗലത്ത് നിയമം നടപ്പിലാക്കിയത്. ആ റൗലത്ത് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? വാറൻ്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലത്ത് നിയമത്തിനെതിരെ ദേശീയ ഹർത്താൽ നടത്തിയത് 1919 ഏപ്രിൽ 6. റൗലത്ത് നിയമത്തിനെതിരെ പ്രഖ്യാപിച്ച ഹർത്താലിൻ്റെ പ്രചാരണത്തിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സത്യാഗ്രഹ സഭ. എന്താണ്? റൗലത്ത് നിയമത്തിനെതിരെ പ്രഖ്യാപിച്ച ഹർത്താലിൻ്റെ പ്രചരണത്തിനായിട്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സത്യാഗ്രഹ സഭ. അപ്പോൾ സത്യാഗ്രഹ സഭ എന്നുള്ളൊരു പ്രസ്ഥാനം രൂപീകരിച്ചു. സത്യാഗ്രഹ സഭ എന്നുള്ളൊരു പ്രസ്ഥാനം രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? റൗലത്ത് നിയമത്തിനെതിരെ പ്രഖ്യാപിച്ച ഹർത്താലിൻ്റെ പ്രചരണത്തിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സത്യാഗ്രഹ സഭ. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്തെന്നാണ്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ സത്യാഗ്രഹ സഭ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഹർത്താലിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് സത്യാഗ്രഹ സഭ രൂപീകരിച്ചത്. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അന്ന് നടത്തിയ ദേശീയ ഹർത്താലിനെയാണ്. റൗലത്ത് നിയമത്തിനെതിരെ സമരം ചെയ്തതിന് ജയിലടയ്ക്കപ്പെട്ട പഞ്ചാബിലെ നേതാക്കളാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലുവും. അപ്പോൾ സെയ്ഫുദ്ദീൻ കിച്ചലുവിനെയും ഡോക്ടർ സത്യപാലിനെയും ഈ സത്യാഗ്രഹ സമരത്തിനെതിരെ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലടച്ചു. ആരൊക്കെയാണ് ജയിലിലടച്ചത്? റൗലത്ത് നിയമത്തിനെതിരെ സമരം ചെയ്തതിന് ജയിലടയ്ക്കപ്പെട്ട പഞ്ചാബിലെ നേതാക്കളാണ്
ഡോക്ടർ സത്യപാലും അതേപോലെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു. ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലു. ഇനി അതിനുശേഷം പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലത്ത് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. റൗലത്ത് നിയമത്തിനെതിരെ സമരം ചെയ്ത നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്? ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലിനെയും. അപ്പോൾ ആ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം ചേർന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ നേതാക്കളെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. അപ്പോൾ അതിനെതിരെ ആരൊക്കെയായിരുന്നു നേതാക്കൾ? ഡോക്ടർ സത്യപാലും ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചലുവും. അപ്പോൾ റൗലത്ത് നിയമത്തിനെതിരെ സമരം ചെയ്ത നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം ചേർന്നു. അപ്പോൾ പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ വെടിവെപ്പിന് ഉത്തരവിട്ട് ഒരു ബ്രിട്ടീഷ് സൈനികൻ ഉത്തരവിട്ടു. ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. അപ്പോൾ ജനറൽ റെജിനാൾഡ് ഡയർ ഈ യോഗം ചേർന്നവർക്കെതിരെ, പൊതുയോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ നേരെ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനെന്താണ് ഒരു കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒട്ടും മുന്നറിയിപ്പില്ലാണ്ടാണ് വെടിവെപ്പ് നടന്നത്. അപ്പോൾ 10 മിനിറ്റ് നേരമാണ് ആ വെടിവെച്ചത്. ആ വെടിവെപ്പിൽ സർക്കാർ രേഖപ്രകാരം എത്ര പേര് കൊല്ലപ്പെട്ടു? 379 പേരാണ് കൊല്ലപ്പെട്ടത്. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ്റെ പേരെന്താണ്? ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു. എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനാണ് ജനറൽ റെജിനാൾഡ് ഡയർ. അപ്പോൾ ഈ ജനറൽ റെജിനാൾഡ് ഡയറാണ് വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടത്. എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്? 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. അപ്പോൾ പഞ്ചാബിലെ അമൃത്സറിൽ എല്ലാവരും കൂടി, അതായത് ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് അവർ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം എന്നോണം ഒരുമിച്ച് കൂടിയത്. അപ്പോൾ ഈ ജനറൽ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്തു? അങ്ങനെ അവരൊരു റൗലത്ത് നിയമം ഉണ്ടായിരുന്നല്ലോ. റൗലത്ത് നിയമപ്രകാരം എന്താണ്, ഇങ്ങനെ കൂട്ടം കൂടരുത്, അങ്ങനെയൊക്കെ ചെയ്യരുത് എന്നുള്ള ഇതായിരുന്നു ആ റൗലത്ത് നിയമത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കൂട്ടം കൂടിയപ്പോൾ നമ്മുടെ ജനറൽ റെജിനാൾഡ് ഡയർ എല്ലാവരെയും വെടിവെക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം 379 പേര് ആ വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. ജനം കൂടുതലായി നിൽക്കുന്ന സ്ഥലം നോക്കി നിങ്ങൾ വെടിവെപ്പിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരുന്നു, ശരിയാണോ? അതാണ് ചോദ്യം. അപ്പോൾ ഉത്തരമായിട്ട് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവേശന കവാടം വലുതും കവചിത വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമായിരുന്നെങ്കിൽ നിങ്ങൾ അവ ഉപയോഗിക്കുമായിരുന്നോ? അപ്പോൾ ഒരു പക്ഷേ ആകാം. അപ്പോൾ കമ്മീഷന് മുമ്പാകെ ഡയർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി. എല്ലാവരെയും വധിക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു എന്നാണ് അയാൾ കമ്മീഷൻ്റെ മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ബോക്സിൽ നമ്മൾ കണ്ടത്. റൗലത്ത് നിയമനത്തിനെതിരെ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഈ സമരങ്ങൾ പ്രധാനമായും നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലയിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ ഇതിനു ശേഷമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെബ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. എന്താണ് സെബ്രസ് ഉടമ്പടി?
സെവ്രസ് ഉടമ്പടി ആരുമായിട്ടാണ്? ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായിട്ട് സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. അതായത് ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു. അപ്പോൾ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ സെവ്രസ് ഉടമ്പടി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയികളും പരാജയപ്പെട്ട തുർക്കിയുമായിട്ടുള്ള ഉടമ്പടിയാണ് സെവ്രസ് ഉടമ്പടി. എന്താണ് സെവ്രസ് ഉടമ്പടി? സെവ്രസ് ഉടമ്പടി ഒന്നാം ലോകയുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. അത് പ്രകാരം എന്താണ്? തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും അങ്ങനെ ഇല്ലാതായി. അപ്പോൾ ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അക്രമരഹിതമായ നിസ്സഹകരണ സമരത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളാണ് ഖിലാഫത്ത് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ: ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ സമരത്തിൻ്റെ രീതികൾ. നിസ്സഹകരണ സമരകാലത്തെ പരിപാടികൾ എന്തൊക്കെയായിരുന്നു? സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തി. ഇത്തരം സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി. ഗ്രാമ-നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. നിസ്സഹകരണ സമരത്തിലെ അടിസ്ഥാന ആശയങ്ങളായിരുന്നു ബഹിഷ്കരണവും നിർമ്മാണാത്മക പ്രവർത്തനവും. അപ്പോൾ ബഹിഷ്കരണവും അതേപോലെ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതുമായിരുന്നു പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ എല്ലാ വിദേശ വസ്തുക്കളെല്ലാം ബഹിഷ്കരിക്കുക. അതിപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികളാണെങ്കിലും സർക്കാർ ഉദ്യോഗങ്ങളാണെങ്കിലും അഭിഭാഷകരെല്ലാം കോടതികൾ ബഹിഷ്കരിച്ചു, വിദ്യാർത്ഥികളെ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചു. അവരന്ന് നടത്തിയ പിന്നീട് ഇപ്പോൾ ബഹിഷ്കരിക്കുന്നതിനോടൊപ്പം തന്നെ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ സാമുദായിക സൗഹൃദം ശക്തിപ്പെടുത്താനുള്ള പരിപാടികൾ നടത്തി, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി, ഖാദി പ്രചരിപ്പിച്ചു, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതൊക്കെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് നടത്തിയിരുന്നു. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഗാന്ധിജി. ഹിന്ദു സ്വരാജ് എന്നുള്ളത് ഗാന്ധിജിയുടെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. അപ്പോൾ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ഗാന്ധിജിയാണ്. 1909 അതായത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ്. ഗാന്ധിജി എന്ന ഇന്ത്യയിൽ വന്നത് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് 20 വർഷം എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പോൾ 1909 ഹിന്ദു സ്വരാജ് എന്നുള്ളൊരു പുസ്തകം ഗാന്ധിജി എഴുതുന്നത്. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും എന്ന് ഹിന്ദു സ്വരാജ് പുസ്തകത്തിൽ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി വിശദീകരിച്ചു. ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണമാണ്. അപ്പോൾ ഹിന്ദു സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണ്? ഇന്ത്യയുടെ സ്വയം ഭരണമാണ്. ഹിന്ദു സ്വരാജ് ഗാന്ധിജിയുടെ പുസ്തകമാണ്, ഗാന്ധിജി എഴുതിയ പുസ്തകമാണ്. 1909 ഗാന്ധിജി ഹിന്ദു സ്വരാജ് എന്നുള്ള പുസ്തകം എഴുതുന്നത്. ഇനി സ്ത്രീകൾ എന്താ ചെയ്യുക? നിസ്സഹകരണ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയാണെന്നാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. സ്ത്രീകൾ എന്താ ചെയ്തത്? സ്ത്രീകൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, അതേപോലെ വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് അവരെല്ലാം അതും കൂടെയൊക്കെ കൂട്ടിക്കിട്ടിട്ട് കത്തിച്ചു. തൊഴിലാളികളാണെങ്കിൽ നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണം സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, അസാമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ അവരൊക്കെ പണിമുടക്കി.
അപ്പോൾ മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ അവരൊക്കെ എന്ത് ചെയ്തു? പണിമുടക്കി. വിദ്യാർത്ഥികളോ? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ഗോത്രജനത എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചു. ഈ നിയമങ്ങൾ വനവിഭവം ശേഖരിക്കുന്നതിന് തടസ്സമായിരുന്നു. കർഷകരോ? ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. അവധ് കിസാൻ സഭ ആരുടെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ. അതായത് നിസ്സരണ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് അവധ് കിസാൻ സഭ കർഷകർ രൂപീകരിച്ചത്. ബംഗാളിലെ കർഷകർ ചണം കൃഷി ബഹിഷ്കരിച്ച് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്തു. അപ്പോൾ ചണം കൃഷി ഉപേക്ഷിച്ചിട്ട് നെല്ലും പരുത്തിയും കൃഷി ചെയ്തു ബംഗാളിലെ കർഷകർ. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. എന്താണ് അവധ് കിസാൻ സഭ? ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് കാലഘട്ടത്തിലാണ് രൂപീകരിക്കുന്നത്? നിസ്സരണ സമര കാലഘട്ടം നടക്കുന്ന സമയത്താണ് അത് രൂപീകരിക്കുന്നത്. അവധ് കിസാൻ സഭ. എന്താണ് അവധ് കിസാൻ സഭ? ബംഗാളിലെ കർഷകർ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥയിലുള്ള ചണമില്ലുകളുണ്ടായിരുന്നു, അപ്പോൾ അതിനെല്ലാം പൂട്ടിക്കണം. അതേപോലെ നെൽകൃഷി വ്യാപിപ്പിച്ചിട്ട് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കണം, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയുടെയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കണം. ഇതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. നിസ്സരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ, അതേപോലെ അലിഗർ. എന്തൊക്കെയാണ്? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ, അതേപോലെ അലിഗർ. ഇനി നിസ്സരണ സമരം പിൻവലിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി നിസ്സരണ സമരം പിൻവലിക്കാനുണ്ടായിട്ടുള്ള കാരണം ചൗരി ചൗര സംഭവമാണ്. അപ്പോൾ ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നിസ്സരണ സമരം പിൻവലിക്കുന്നത്. ചൗരി ചൗര സമരം നടക്കുന്നത് 1922 ഫെബ്രുവരി 5-നാണ്. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. എന്നാണ് 1922 ഫെബ്രുവരി 5-ന്. ചൗരി ചൗര സംഭവത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? നിസ്സരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായി ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. അപ്പോൾ 1922 ഫെബ്രുവരി 5-ന്. അപ്പോൾ നിസ്സരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. നിസ്സഹകരണ സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കി ഗാന്ധിജി അങ്ങനെ സമരം പിൻവലിച്ചു. നിസ്സഹകരണ സമരം പിൻവലിക്കുന്ന തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ് ദേശീയ ദുരന്തം എന്ന ചൗരി ചൗര സംഭവത്തെ, അതായത് ചൗരി ചൗര സംഭവം പിൻവലിച്ചതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. നിസ്സഹകരണ സമരത്തിന് ശേഷം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തത് 1922 മാർച്ച് 18-നാണ്. 1922 മാർച്ച് 18-ന്. അതാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് മഹത്തായ വിചാരണ എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ അങ്ങനെ 6 വർഷത്തേക്ക്, അത് ഇതിൻ്റെ വിചാരണയെ തുടർന്നാണ് ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു വിചാരണ നടന്നത്. 1922 മാർച്ച് 18-ന് അങ്ങനെ 6 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ ജസ്റ്റിസ് ആരായിരുന്നു അവിടുത്തെ? CN ബ്രൂംഫീൽഡ് ആയിരുന്നു അവിടുത്തെ ജസ്റ്റിസ്. എവിടെ വെച്ചാണ് വിചാരണ നടത്തിയത്? ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്. പിന്നെ 6 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച കേസിലെ പ്രോസിക്യൂട്ടർ ആരായിരുന്നു? സർ JD സ്ട്രോങ്മാൻ ആയിരുന്നു. അതിനെക്കുറിച്ച് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം ആരുടെയാണ്? ലൂയിസ് ഫിഷറുടെയാണ് ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന പുസ്തകം.
നിസ്സഹകരണ സമരകാലത്ത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് സാക്ഷ്യം വഹിച്ച നഗരമാണ് ചിരാല പെരാല എന്നുള്ളത്. നിസ്സഹകരണ സമരകാലത്ത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് സാക്ഷ്യം വഹിച്ച നഗരമാണ് ചിരാല പെരാല നഗരത്തിൽ നടന്ന നികുതി നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയാണ്. ആരാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ആരായ നേതൃത്വം കൊടുത്തത്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു നിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 15,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞു പോവുകയും 11 മാസക്കാലം മറ്റൊരിടത്ത് താമസിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ആ നഗരം, ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ചിരാല എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഇങ്ങനൊരു പ്രതിഷേധം നടന്നത്. അവരവിടെ 11 മാസക്കാലം അവരവിടെ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് താമസിച്ചു. അത് മുനിസിപ്പാലിറ്റി ആക്കി കഴിഞ്ഞാൽ പിന്നീട് നികുതി ഭാരം പിന്നെയും കൂടും. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ആരായിരുന്നു നേതാവ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയായിരുന്നു നേതാവ്. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 1922 ഫെബ്രുവരി 5 പ്രത്യേകത എന്താണ്? അന്നാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഗാന്ധിജീനെ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുന്നത് 1922 മാർച്ച് 18 സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഈ ഫോട്ടോയിൽ കാണുന്ന ഈ രണ്ടാൾക്കാരാണ് CR ദാസും മോത്തിലാൽ നെഹ്റു. നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇവർ. അപ്പം നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു ആര്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. സ്വരാജ് പാർട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദികളാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ആ നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും അതേപോലെ നിയമനിർമ്മാണ സഭകളും എല്ലാം ബഹിഷ്കരിച്ചു. പക്ഷെ അതൊന്നും ബഹിഷ്കരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്ന 2 ആൾക്കാരായിരുന്നു ഇവർ. അപ്പോൾ അവരങ്ങനെ അതിൽ നിന്ന് പിരിഞ്ഞിട്ടാണ് പോയിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്, CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി. അപ്പോൾ ആ പാർട്ടിയുടെ ലക്ഷ്യം എന്തായിരുന്നു? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നാണ് അവർ പറയുന്നത്. അവരതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ സ്വരാജ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ: തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുക, നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നിയമനിർമ്മാണ സഭയിൽ തെരഞ്ഞെടുപ്പിലൂടെ കയറിയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുക, അതേപോലെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുക. ഇതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ഈ സ്വരാജ് പാർട്ടി കൊണ്ടുള്ള മെയിനായിട്ടുള്ള ഉദ്ദേശം. എന്നാണ് രൂപീകൃതമായത്? 1923 രൂപീകൃതമാകുന്നത് സ്വരാജ് പാർട്ടി. ആരൊക്കെയാണ് രൂപീകരിച്ചത്? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് രൂപീകരിച്ചത്. അപ്പോൾ നമുക്കിവിടെ ഇത് നിർത്താം. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ, തുടരുന്ന ജനകീയ സമരങ്ങൾ മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.